നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എന്താണ് ഇപ്പോൾ ബയേണിന് സംഭവിക്കുന്നത്? തുടരെ തോൽക്കുന്നു. ലെവർക്യൂസനോട് ബൂണ്ടസ് ലീഗയിൽ പൊട്ടിയതിന് പിന്നാലെ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരത്തിൽ അവർ തോറ്റിരിക്കുകയാണ്. ലാസിയോയോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തോറ്റത്. ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ബയേൺ ഉതിർത്തില്ല എന്ന കാര്യം കൂടെ നോക്കുക. തോമസ് ടൂക്കലിൻ്റെ പരിശീലക സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. നെഗൽസ്മാനെ സാക്ക് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം എത്ര കളിയാ തോറ്റത്? ഇപ്പോൾ ടുക്കൽ ഓൾറെഡി അത്രയും തോൽവികൾ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടില്ലേ? കണക്കുകൾ നോക്കുകയാണെങ്കിൽ തോമസ് ടൂഷേൽ ഇപ്പോൾ 10 കോമ്പറ്റീവ് മത്സരങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞു ബയേൺ മ്യൂണിക്കിനൊപ്പം. 43 കളികളിൽ നിന്ന് 10 തോറ്റു. എന്നാൽ ജൂലിയൻ നെഗൽസ്മാൻ 84 കളികളിൽ നിന്ന് 10 തോറ്റിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്, ടുക്കൽ ആ ഒരു പരിശീലക സ്ഥാനത്തേക്ക് വരുന്നതും. പകുതി കളികൾ കുറച്ചാണ് തോമസ് ടൂഷലിൻ്റെ നേതൃത്വത്തിൽ കളിച്ചു വന്നിട്ടുള്ളത്. അപ്പോഴേക്കും നെഗൽസ്മാൻ്റെ ടീം എത്ര കളി തോറ്റോ അത്രയും തോറ്റു കഴിഞ്ഞു. സാക്ക് ചെയ്യപ്പെടേണ്ടതാണോ, സാക്ക് ചെയ്യപ്പെടില്ലേ എന്നൊക്കെ ബയേണിൻ്റെ ആരാധകർ തന്നെ ചിന്തിക്കുന്ന ഒരു സമയമാണിത്. എന്തായാലും ആ മാജിക് എവിടെയോ നഷ്ടപ്പെട്ട രൂപത്തിലാണ് ഇപ്പോൾ ബയേൺ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറുതെ പറയുന്നല്ല. കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്കെടുത്ത് നോക്കുക. ഓൺ ടാർഗറ്റിലേക്ക് ഒറ്റ ഷോട്ട് പോലും ബയേൺ ഇടിക്കാത്ത കളി ഉണ്ടായിട്ടുണ്ടോ? 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അത് ഇന്നലെ സംഭവിച്ചത്. ബയേൺ മ്യൂണിക് ഫെയിൽഡ് ടു റെക്കോർഡ് എ സിംഗിൾ ഷോട്ട് ഓൺ ടാർഗറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 5 years. ESPN FC കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി നോക്കുക, ബാക്ക് ടു ബാക്ക് ഗെയിംസ് ആണ് ബയേൺ തോറ്റിരിക്കുന്നത്. ലാസിയോയോട് തോറ്റു, അതിനു മുമ്പ് ബയർ ലെവർക്യൂസനോട് ബൂണ്ടസ് ലീഗയിൽ തോറ്റു. ഓൾറെഡി DFB പോക്കലിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞു. ഇപ്പം ബൂണ്ടസ് ലീഗയിൽ ലീഗ് ലീഡേഴ്സിനേക്കാൾ 5 പോയിന്റ് പുറകിലുമാണുള്ളത്. എവിടെയാണ് ബയേണിന് പിഴക്കുന്നത്? എന്തായാലും തോമസ് ടൂഷലിൻ്റെ ആ ഒരു സ്ഥാനം അത്ര സേഫ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, ശരിയാണ്. എന്നാൽ ബയേണിനെ പോലുള്ളൊരു ടീമിന് ഇത് താങ്ങാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതൊക്കെ അവർ സാധാരണ ഉൾക്കൊള്ളാറുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.